ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയിൽ ചിന്നുവും അർച്ചനയും കൂടി കിടന്നുകൊണ്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അച്ചുവിനെയും രുക്കുവിനെയും അമ്പാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാന് ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട്. അച്ഛനോടൊപ്പം ചന്ദ്രകാന്തത്തിൽ പോയി താമസിക്കാൻ എനിക്ക് അവകാശമുണ്ടല്ലോ അമ്മേ. ഞാൻ ചന്ദ്രകാന്തത്തിൽ പോയി താമസിക്കാം. അവിടെ താമസിച്ചുകൊണ്ട് എനിക്ക് രുക്കു ആന്റിയുടെയും കുഞ്ഞമ്മാവന്റെയും തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാനായി കഴിയും. അമ്മ ഇതിന് എതിരൊന്നും പറയരുത്. എനിക്ക് ചന്ദ്രകാന്തത്തിലേക്ക് പോവണം, എനിക്ക് അച്ഛൻ്റെ കൂടെ താമസിക്കണമെന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് തീർത്ത് പറയുകയാണ്. അർച്ചനയാണെങ്കിൽ ചിന്നുവിനോട് മറുത്തൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ സത്യൻ അങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കോഫിയുമായി വിമല വരുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും വരുന്നുണ്ട്. എന്താ സത്യ, ഇതുവരെ അച്ചു എഴുന്നേറ്റില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവന്റെ രാത്രിയിലത്തെ കെട്ടിറങ്ങിയിട്ടുണ്ടാവില്ല, അതിന്റെ ക്ഷീണമായിരിക്കും. എന്തായാലും നമുക്ക് അച്ചുവിനോ ഒരു ചെറിയൊരു പണി കൊടുക്കണമെന്ന് ചന്ദ്ര അങ്ങനെ സത്യനോട് പറയാണ്. സത്യനും അപ്പൊ പറയുന്നുണ്ട്, ഇന്നലെ അവൻ അടിച്ചത് ഞാൻ മറക്കില്ല, എന്തായാലും ഇതിന് തിരിച്ച് ഞാൻ പണി കൊടുത്തിരിക്കുമെന്ന് ചന്ദ്രയോട് അങ്ങനെ പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കുവും അച്ചുവും കൂടി വരുന്നത്. അച്ചുവിന് അവരെല്ലാം ഫേസ് ചെയ്യാൻ ഒരു മടിയുണ്ടെങ്കിലും രുക്കു അവനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നീട് അച്ചു സത്യനോട് സംസാരിക്കുന്നുണ്ട്. സത്യേട്ട, ഇന്നലെ ഞാൻ കുറച്ച് ഓവറായി പോയി, അതുകൊണ്ടാണ് എനിക്ക് സത്യേട്ടനെ അടിക്കേണ്ടി വന്നത്. എനിക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി, സോറി എന്നൊക്കെ പറഞ്ഞ് അച്ചു സത്യനോട് സംസാരിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അച്ചു, ഇന്നലെ നീ വേണമെന്ന് വെച്ച് ചെയ്തതൊന്നല്ലല്ലോ, നീ കഴിച്ച മദ്യമല്ലേ ഇതിനെല്ലാം കാരണമെന്ന് ചന്ദ്ര അങ്ങനെ അച്ചുവിനോട് പറയാണ്. വിമല ഇപ്പൊ പറയുന്നുണ്ട്, അച്ചു അങ്ങനെ മദ്യം കഴിക്കാറില്ലല്ലോ, ഇനി അത് ശീലമാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മനോവിഷമെല്ലാം മാറിയോ? ഇനിയിപ്പോ അത് മാറിയില്ലെങ്കിൽ ഞാൻ നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയാം എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോ രുക്കു ചോദിക്കുന്നുണ്ട്, എന്താണ് ഏട്ടാ ആ ഗുഡ് ന്യൂസ് എന്ന്. വിജയ് ശങ്കർ ഇപ്പോ വളരെ സന്തോഷത്തോടെ എല്ലാവരോടുമായി പറയുന്നുണ്ട്, ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് വരുന്നു, അവളിപ്പോ എന്നെ വിളിച്ചു വെച്ചേയുള്ളൂ, അവള് കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിൽക്കാനായി വരുന്നുണ്ടെന്ന് വിജയ് ശങ്കർ അങ്ങനെ എല്ലാവരോടും പറയുകയാണ്. രുക്കുവിനും ചന്ദ്രയ്ക്കും സത്യനും എല്ലാവർക്കും തന്നെ ഇത് കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇതും കേട്ടുകൊണ്ട് ആര്യയും അങ്ങോട്ടേക്ക് വരികയാണ്. ആര്യ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇനി ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ്. അച്ചു അപ്പോ ഇത് സത്യമാണോ വിജയേട്ട എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതെ, അവൾ എന്നെ വിളിച്ചു, അവള് വരുന്നുണ്ടെന്നുള്ളത് സത്യമാണെന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ചിന്നു അങ്ങനെ വരാറില്ലല്ലോ, ഇതിപ്പോ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ അവൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ്. അതിനുശേഷം അനന്തനോടും മുകുന്ദനോട് രമ്യയോടും വന്ന് ചിന്നു പോകുന്ന കാര്യം അർച്ചന ചേച്ചി നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു, എന്തായാലും ചേച്ചിയുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ചിന്നു ഇവിടെ നിന്നും പോവില്ല, ചേച്ചി അങ്ങനെ ചിന്നുവിനെ ചന്ദ്രകാന്തത്തിൽ വിടാൻ സാധ്യതയില്ല എന്നൊക്കെ മഞ്ജു അങ്ങനെ പറയാണ്. അതെല്ലാം അനുകൂലിച്ചുകൊണ്ട് തന്നെ അനന്തനും രമ്യയും മുകുന്ദനും സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി എന്താണ് ഒരു ചർച്ച എന്ന്. ചേച്ചി, ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് പോയത് ഞങ്ങൾ അറിഞ്ഞു, ചേച്ചിയുടെ അനുവാദത്തോടു കൂടിയാണോ അവൾ ഇവിടെ നിന്നും പോയത് എന്നെല്ലാം അനന്തനും മുകുന്ദനും ചോദിക്കുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, അവള് ചന്ദ്രകാന്തത്തിലേക്ക് പോയത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. രമ്യ ഇപ്പൊ പറയുന്നുണ്ട്, മഞ്ജു ചേച്ചിയാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന്. അർച്ചന അപ്പൊ തന്നെ മഞ്ജുവിനെ നോക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, അവൾ ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടു, ചന്ദ്രകാന്തത്തിലേക്ക് പോവാണെന്ന്. ഞാനത് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അവള് പോയി കഴിഞ്ഞു എന്ന് മഞ്ജു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് ചന്ദ്രകാന്തത്തിലേക്ക് പോവാൻ അനുവാദം കൊടുത്തിട്ടില്ല, അവൾ എന്നോട് ചോദിച്ചു പോയിക്കോട്ടെ എന്ന്, പക്ഷേ ഞാൻ അതിന് ഒരു മറുപടിയും കൊടുത്തിട്ടില്ലെന്ന് അർച്ചന പറയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, അപ്പൊ ചേച്ചിയെ ധിക്കരിച്ചാണല്ലേ അവള് ചന്ദ്രകാന്തത്തിലേക്ക് പോയത്, അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല, ചിന്നു എന്തിന് അങ്ങോട്ടേക്ക് പോവണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്നു അങ്ങോട്ടേക്ക് പോകാനേ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം, എന്തിനാണ് അവള് പോയതെന്ന് പോലും നമുക്കറിയില്ലല്ലോ, ആദ്യം അച്ചു ചേച്ചിയെ വിഷമിപ്പിച്ചിട്ട് പോയി, ഇപ്പൊ ഇതാ ചിന്നുവും പോയി, ഇവരെല്ലാം എന്തിനാണ് ചേച്ചിയോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, ചേച്ചി ആകെ ഷോക്കായി നിൽക്കുകയല്ലേ എന്നെല്ലാം മഞ്ജു പറയുമ്പോ അർച്ചന തിരിച്ചു ചോദിക്കുന്നുണ്ട്, ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് പോയതിന് ഞാൻ എന്തിനു ഷോക്കാവണം, പോകുന്ന കാര്യത്തിനെ പറ്റി അവൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു, പക്ഷെ ഞാൻ അവൾക്ക് പോകാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല, ചന്ദ്രകാന്തം ചിന്നുവിന്റെ അച്ഛന്റെ വീടല്ലേ, അവിടെ പോകുന്നതിന് അവൾക്ക് എന്റെ സമ്മതം
അനുവാദം വാങ്ങണ്ടല്ലോ. ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് പോയതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. വെറുതെ അവൾ എന്തായാലും പോവില്ല. അവൾ അവിടെ പോയതുകൊണ്ട് എനിക്ക് ഷോക്കായി എന്ന് ആരും കരുതണ്ട. ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് സ്ഥിരതാമസത്തിനല്ലല്ലോ പോയത്. അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് ആദ്യമായിട്ടുമല്ല എന്നെല്ലാം അർച്ചന പറയുമ്പോ അനന്തനും മുകുന്ദനും പറയുന്നുണ്ട്, പോയത് നമ്മൾ കാര്യമാക്കണ്ട, അത് ഈ വീട്ടിലൊരു ചർച്ചാ വിഷയവും ആവണ്ട. അവൾ പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് ശരി. ശ്രീമംഗലത്തെ ഗോപാലേട്ടൻ മരിച്ചിട്ട് പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതേ ഇല്ലല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് അർച്ചന പറയുമ്പോ അനന്തനും മുകുന്ദനും ശരിയെന്ന് പറഞ്ഞ് ബാഗും എടുത്തുകൊണ്ട് അവര് പോവുകയാണ്. അവരെല്ലാം പോയതോടെ രമ്യയും അകത്തേക്ക് പോകുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ചിന്നു എന്തിനാണോ പോയതെന്നറിയാതെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിജയ് ശങ്കർ ആണെങ്കിൽ ചിന്നു വരുന്ന സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. എന്തിനാണ് വിജയേട്ട ചിന്നു ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എന്തിനാ വരുന്നതെന്ന് എനിക്കും അറിയില്ല, ഇപ്പൊ അവൾ എന്നെ വിളിച്ചിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത്രമാത്രമേ എനിക്കും അറിയുള്ളൂ എന്ന് വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അപ്പോ അമ്പാട്ടിൽ അർച്ചനയും ചിന്നും തമ്മിൽ അടിയായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അവിടെ എന്തു നടന്നുവെന്ന് ഞാൻ അന്വേഷിച്ചില്ല, പക്ഷെ ചിന്നുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അർച്ചനയുടെ നട്ടെല്ലൊടിഞ്ഞു തുടങ്ങി, അതിന്റെ സൂചനയായിട്ടാണ് ചിന്നു ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നെല്ലാം വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്രയ്ക്ക് അതൊട്ടും ഇഷ്ടമാവുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് ആര്യയും ഇത് കേട്ട് വരികയാണ്. ആര്യ എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ എന്തിനാണ് ആ ചിന്നു ഇങ്ങോട്ടേക്ക് വരുന്നത്? അവൾ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾ ഈ വീട്ടിൽ താമസിക്കാനാണ് വരുന്നതെങ്കിൽ പിന്നീട് ഞാൻ ഇവിടെ താമസിക്കില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുമെന്ന് ആര്യ പറയുമ്പോ വിജയ് ശങ്കർ ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ആര്യയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ചന്ദ്രൻ എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോള് ആര്യ ഇങ്ങനെ സങ്കടപ്പെടുന്ന സ്ഥിതിക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചിന്നുവിനോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് എനിക്ക് പറയാനാവില്ല, അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്, അതുകൊണ്ട് നീ ആര്യയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കെന്ന് വിജയ് ശങ്കർ ചന്ദ്രയോട് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോ ആരെതിർത്താലും വിജയേട്ടൻ ചിന്നുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, എന്റെ ആര്യമോൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവട്ടെ അവളുടെ ഭാഗത്തു നിന്ന്, അപ്പോഴുള്ളൂ അവൾക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കുമെന്ന് ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അർച്ചനയും മുകുന്ദനും അനന്തനും കൂടെ മരണ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അതുവഴി അച്ചുവും രുക്കുവും കൂടി കാറിൽ വരുന്നത്. അർച്ചനയെ കാണുന്നതും അച്ചു വണ്ടി നിർത്തുന്നുണ്ട്. അപ്പൊ തന്നെ അർച്ചനയും അനന്തനും മുകുന്ദനും കൂടി അച്ചുവിനോട് പോയി സംസാരിക്കുകയാണ്. മോനെ, നീ അമ്പാട്ടിലേക്ക് വന്നതാണോ? എന്നാ നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ല്, ഞങ്ങൾ മരണ വീട്ടിലേക്ക് പോയിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. രുക്കു ആണെങ്കിൽ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ചു നീ എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയത്? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ അച്ചുവിനോടൊന്നും സംസാരിക്കാതെ വിട്ടു നിൽക്കുകയാണ്. അനന്തനും അർച്ചനയും അച്ചുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ രുക്കു അച്ചുവിനോട്, അച്ചു നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ അച്ചു ഇനിയിപ്പോ സഹോദരങ്ങളെ കണ്ട് അവന്റെ മനസ്സ് മാറുമോ എന്നുള്ള പേടിയാണ്. രുക്കു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് ഇനി ഞങ്ങൾ എന്തായാലും കയറി വരില്ല, ഞങ്ങൾ അമ്പാട്ടേക്ക് വന്നതല്ല, അച്ചുവിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നതാണ്, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, അച്ചു നീ വണ്ടി എടുക്കുമെന്ന് രുക്കു പറയാണ്. അച്ചു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. രുക്കു ആണെങ്കിൽ അച്ചുവിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ചു എന്തെങ്കിലും പറഞ്ഞ് വണ്ടി എടുക്കുക എന്ന് പറയാണ്. അച്ചു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നില്ല, എനിക്ക് എന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വേഗം തന്നെ പോവണമെന്ന് പറഞ്ഞ് അച്ചു വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അച്ചുവിനോട് എന്നിട്ട് രുക്കു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവിടെ വണ്ടി നിർത്തിയത്? നിനക്ക് അവരെ കണ്ടപ്പോ പെട്ടെന്ന് മുട്ടുവെറച്ചു അല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അച്ചു ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർച്ചനയ്ക്കും അനന്തനും മുകുന്ദനുമാണെങ്കിൽ അച്ചുവിനെ വഴിയിൽ അങ്ങനെ കണ്ട് ആകെ സങ്കടാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് അനന്തനോടും മുകുന്ദനോട് പറയുന്നുണ്ട്, അവൻ അമ്പാട്ടിലേക്ക് വരാൻ ഇപ്പോഴും മാനസികമായിട്ട് തയ്യാറായിട്ടില്ല, നമ്മളെ ഇവിടെ വെച്ച് അവൻ കാണുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഇന്നിപ്പോ നമ്മുടെ കൂടെ വരേണ്ടവനാണ് അപരിചിതനെ പോലെ വഴിയിൽ നിന്നും കണ്ട് പിരിഞ്ഞു പോയത് എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന അനന്തനെയും മുകുന്ദനെയും വിളിച്ചുകൊണ്ട് മരണ വീട്ടിലേക്ക് പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ഓഫീസിലേക്ക് പോവാനായി ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചിന്നു ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് സന്തോഷത്തോടെ ചിന്നുവിനോട് പറയുന്നുണ്ട്, അച്ഛൻ ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, ഞാൻ ലേറ്റ് ആയോ എന്ന്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഇല്ല, മോള് കറക്റ്റ് സമയത്താണ് വന്നതെന്ന് പറയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, അച്ഛ ഞാൻ വന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇല്ല, ഒരു പ്രശ്നമില്ല, പക്ഷെ നീ എന്താണ് പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛൻ നിൽക്കാൻ പറഞ്ഞിട്ടും ഞാൻ നിൽക്കാതെ പോയല്ലോ, അന്ന് എനിക്ക് ഒരുപാട് സങ്കടായി,
പിന്നെ അച്ഛൻ അന്ന് ട്രിപ്പ് പോവാമെന്ന് പറഞ്ഞതാണ്, അതും ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടെല്ലാം ആ സങ്കടം മാറ്റാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചിന്നു വിജയ് ശങ്കറിനോട് പറയാണ്. അതിനുശേഷം ചിന്നുവിന്റെ കയ്യിലുള്ള ബാഗും വാങ്ങിച്ചുകൊണ്ട് വിജയ് ശങ്കർ ചിന്നുവിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും ആര്യയും വരുന്നുണ്ട്. ചിന്നു ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് ചന്ദ്ര ചിന്നുവിനോട് അങ്ങനെ പറയാണ്. ആര്യ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ചിന്നു എന്താണ് ബാഗെല്ലാം ആയിട്ട്, എന്താ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ചിന്നു ഇനി ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന്. പിന്നെന്താണെന്ന് വിജയ് ശങ്കർ അങ്ങനെ ആര്യയോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സത്യനും വിമലയും വരുന്നുണ്ട്. സത്യനാണെങ്കിൽ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ചിന്നുപ്പ് എന്തിനാന്നാവോ വന്നത്, ആര്യക്ക് ഇവളൊരു പണിയാകുമോ എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും വിമല ചിന്നുവിനോട് പറയുന്നുണ്ട്, മോള് വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവിടെ എല്ലാവരും എന്നങ്ങനെ വിമല പറയുമ്പോൾ സത്യം ചോദിക്കുന്നുണ്ട്, മോൾ ഒറ്റയ്ക്കാണോ വന്നതെന്ന്. ചിന്നപ്പ പറയുന്നുണ്ട് അതെ എന്ന്. സത്യനപ്പ വിമലയോട് പറയുന്നുണ്ട്, വിമലെ മോളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ വിമല അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതിപ്പോ സത്യേട്ടൻ വിജയേട്ടൻ അഭിനയിക്കുന്നതിനേക്കാൾ നല്ല തകർപ്പൻ അഭിനയമാണല്ലോ കാഴ്ചവെക്കുന്നതെന്ന് ചിന്നപ്പ വിമലയോട് പറയുന്നുണ്ട്. എനിക്കിപ്പോ ഒന്നും വേണ്ട ആന്റി എന്ന് വിജയ് ശങ്കറപ്പ പറയുന്നുണ്ട്, എന്റെ മോള് ചിന്നുപ്പ വന്നപ്പോഴാണ് ഈ വീടിന് ഒരു ഉണർവുണ്ടായത് അല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ചിരിച്ചുകൊണ്ട് ആ അതെ എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.